ഒരു മണി ബോക്സാണിത്. ഞാൻ ഇതിനകത്ത് കുറച്ച് പൈസ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാനിപ്പം യൂട്യൂബിൽ അങ്ങനെ കണ്ട് ഇതിനകത്ത് പൂപ്പലടിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ പൊളിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഉള്ളിലാണെങ്കിൽ പൈസയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇനി ഇത് പൂപ്പലടിച്ചോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് കൂടി എനിക്കറിയില്ല. ഇത് ഞാനെന്തോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയതാണ്. സംതിങ് 200 രൂപ എങ്ങാണ്ടായിരുന്നു ഗൈസ്. ഞാനിത് എങ്ങനെ തുറക്കും എനിക്ക് പേടിയാവുന്നുണ്ട്. വലിയ പൈസ ഒന്നും ഇല്ല. കാരണം ഇത് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് പൈസ പോലും ഇടാറില്ല. അതാണ് ഓരോ റീലും കാണുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങും. ബട്ട് അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ഏകദേശം താഴെ കൊണ്ടുപോയി തുറന്നിട്ടുണ്ട്. പരീക്ഷയാണ് നാളെ. ഇതാ ഞാൻ കാണിച്ചു തരാവേ. ഗൈസ് പൂപ്പലടിച്ച് അവസ്ഥ നോക്ക്. നിങ്ങൾ ആരും ഇങ്ങനത്തെ മണി ബോക്സ് വാങ്ങാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കണം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞായിരുന്നു ഏകദേശം എൻ്റെ മണി ബോക്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. നല്ല രീതിയിൽ പൂപ്പലടിച്ചിട്ടുണ്ട് ഗൈസ്. പൈസ പോയെന്ന് വെച്ചാൽ എൻ്റെ പൈസയ്ക്കൊന്നും പറ്റിയില്ല. നല്ല രീതിയിൽ അത്യാവശ്യം ഞാൻ ഫാൻ അടയ്ക്കട്ടെ. നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂപ്പലടിച്ചിട്ടുണ്ട്. ചില പൈസയ്ക്കൊക്കെ നല്ല ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ആരും വാങ്ങാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുക. എൻ്റെ പൈസ ഏകദേശം നശിച്ച്. ഏകദേശം എൻ്റെ പൈസയൊക്കെ പോയി. കാരണം അത്രയ്ക്ക് പൂപ്പലാണിതിൽ. ഞാൻ വാങ്ങിച്ചിട്ട് 1 month ആവുന്നതേ ഉള്ളൂ. പിന്നെ കുറേ നാളുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണുകയാണ്. പക്ഷേ എനിക്കിപ്പോൾ അത് തുറന്ന് നോക്കാൻ തോന്നി. നല്ല രീതിയിൽ സൈഡൊക്കെ നല്ല രീതിയിൽ പൂപ്പലടിച്ചിട്ടുണ്ട്. ഇനി ആരും ഈ മണി ബോക്സ് വാങ്ങിയിരിക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുക. വാങ്ങുവാണെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ വാങ്ങാം. ഓഫറിൻ്റെ ഒന്ന് നോക്കി വാങ്ങുതാ. എന്തോ ഇത് അത് പൊട്ടിയത് റീയൂസ് മോഡൽ വാങ്ങാം. ഞാനത്തെ ഇത്രേ പൈസയേ ഉള്ളൂ. കാരണം ഞാനങ്ങനെ മണിയൊന്നും ഇട്ടില്ലായിരുന്നു. നമുക്ക് എപ്പോഴും ബെസ്റ്റ് പ്ലാസ്റ്റിക് തന്നെയാണ്. അന്നേരം നിങ്ങൾ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. 3000 രൂപ ഉണ്ടായിരുന്നു. അന്നേരം ഇനി ഞാനെന്ത് ചെയ്യും, ഇത് ഈ കൊടുക്കലിടും. പ്ലാസ്റ്റിക് ഇസ് ബെസ്റ്റ്. ഇതിന് 30 രൂപയ്ക്കേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ട് നിങ്ങൾ കുറേ കീറിയൊക്കെ പോയി കീറിയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ ടാറ്റാ ബൈ ബൈ ഗൈസ്.